ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ള റവയും മാങ്ങയൊക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മാങ്ങ എടുത്തിട്ടുണ്ട്, അതൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്, അതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അര കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം. നന്നായിട്ട് തന്നെ അരയ്ക്കണം കേട്ടോ, നല്ലപോലെ അരച്ചെടുത്തുകൊണ്ട് വരണം. എന്നാൽ മാത്രമേ കേക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നമുക്കിത് റവ അതിനെ കൊണ്ട് തന്നെ. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്ത ശേഷം വീണ്ടും എടുക്കുക. ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇത് മൈദ കൊണ്ടല്ല, റവ കൊണ്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ബാറ്റർ ഒന്ന് അങ്ങ് ഇളക്കിയെടുക്കുക. ആദ്യം തന്നെ ഒരുപാട് പാൽ ഒഴിച്ചു കൊടുക്കരുത്. ഞാൻ വീണ്ടും ഇതിലേക്ക് ഒരു 1/4 കപ്പിലധികം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എടുക്കുന്ന റവയ്ക്കനുസരിച്ച് ചിലപ്പോൾ ചെറുതായിട്ട് പാലിൻ്റെ അളവിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. ഒരുപാട് അങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത്, നല്ല ടൈറ്റായിട്ടും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ്. അത് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുക. ടൂട്ടി ഫ്രൂട്ടി കയ്യിലുള്ളവർ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ഇടയിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് കാണാനൊരു ഭംഗി ഉണ്ടാവും, അതുപോലെ തന്നെ ഇങ്ങനെ കടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ കയ്യിൽ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് നട്ട്സ് വേണമെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം കേട്ടോ. ടൂട്ടി ഫ്രൂട്ടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, കുറച്ച് നട്ട്സ് ആണെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതുപോലെ ഒരു കേക്ക് ടിന്ന് എന്തെങ്കിലും എടുക്കുക, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ചുറ്റുപാത്രമില്ല അങ്ങനത്തെ എന്തെങ്കിലും എടുത്താലും മതി. മൈദ തൂവി കൊടുത്താൽ മതി കേട്ടോ. ഓയിൽ ബ്രഷ് ചെയ്യുക, മൈദ തൂവി കൊടുക്കുക, അത്രയും ചെയ്താൽ മതി. ഞാനിപ്പോൾ അതുപോലൊരു കേക്ക് ടിന്നിലാണ് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മുഴുവനായിട്ടും കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ടാണ്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കേക്ക് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നട്ട്സാണുള്ളത് വെച്ചാൽ ആ നട്ട്സ് ഇതുപോലെ ഒന്നങ്ങ് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ നട്ട്സായിട്ട് കുറച്ച് ബദാം കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഓവൻ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് പാത്രം വെച്ചിട്ട് സ്റ്റൗവിൽ പാത്രം വെച്ച് ഓവൻ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് അതിലാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ചൂടാക്കി എടുക്കണം കേട്ടോ. ആദ്യം പാത്രം ഒരു 10 മിനിറ്റ് ചൂടാക്കി എടുക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു റിങ് ഇറക്കി വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒരു 35 to 45 മിനിറ്റോളം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. എനിക്കിപ്പോൾ ഒരു 45 മിനിറ്റിലധികം സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 50 മിനിറ്റോളം എടുത്തിട്ടാണ് ഇത് വെന്ത് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ എടുക്കുന്ന പാത്രം കുറച്ച് പരന്ന ടൈപ്പാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്നായി കിട്ടും. അപ്പോൾ ഓരോരുത്തർ എടുക്കുന്ന പാത്രത്തിൻ്റെ ടൈമിനനുസരിച്ച് ഇത് ബേക്കായി കിട്ടുന്ന സമയത്തിലും വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുത്തിട്ട് ഇതുപോലെ ഒരു ടവലിട്ട് കൊടുത്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ചൂടാറിയ ശേഷം നമുക്ക് കേക്ക് എടുത്ത് നോക്കാം കേട്ടോ. ഇതപ്പോൾ കേക്കൊക്കെ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ശേഷം ഞാൻ ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വെറുതെ ഒരു സ്പാച്ചുലോ കത്തി അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഒടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കേക്ക് കൊണ്ട് പെട്ടെന്ന് എടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്കൊക്കെ അടിപൊളിയായിട്ട് തന്നെ കരിയാതെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മാംഗോയുടെ മിൽക്ക് മിക്സൊക്കെ ഉണ്ടെങ്കിൽ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് 2-3 ഡ്രോപ്പ് അതുകൂടി ഒറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മാങ്ങയുടെ മണം കിട്ടും കേട്ടോ. മാങ്ങയുടെ കുറച്ചും കൂടി ടേസ്റ്റും കൂടി കിട്ടും നിങ്ങൾക്കിത് കേക്കിന്. അപ്പോൾ കയ്യിലുള്ളവർ അങ്ങനെ ഒറ്റിച്ച് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി കേക്കാട്ടോ. നമ്മളിത് മൈദപ്പൊടി ഉപയോഗിച്ചിട്ടില്ല, മുട്ട ഉപയോഗിച്ചിട്ടില്ല, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല എളുപ്പത്തിലൊരു കേക്ക് തയ്യാറാക്കിയെടുത്തതാണ്. ബീറ്ററൊന്നും ഉപയോഗിച്ചിട്ടില്ല. എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. മക്കൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയുള്ള നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മൈദ വെച്ച് ചെയ്തെടുക്കുന്ന കേക്കിൻ്റെ അത്രയും സോഫ്റ്റ് ഇതിനുണ്ടാവില്ല, നമ്മൾ മുട്ടയൊന്നും ചേർത്തിട്ടില്ലല്ലോ. പക്ഷേ
മാവ് അരച്ച ശേഷം റെസ്റ്റ് ചെയ്യാനായിട്ട് അരമണിക്കൂറൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സോഫ്റ്റായിട്ട് തന്നെ ഈ കേക്ക് കിട്ടും. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.